Welcome to the 11th lecture of Basic Mechanical Engineering. In the previous lecture, we have discussed about the working of four-stroke engines, and today we are going to discuss about the working of two-stroke engines. So, in four-stroke engine, all the complete cycle is the cycle is completed in four-stroke or two complete revolution of the crankshaft. But in two-stroke engine, the cycle is completed in two-stroke and one single revolution of the crankshaft. And the construction is similar to that of a four-stroke engine. And there is a piston reciprocates inside the cylinder, and this piston is connected to the crankshaft by means of a connecting rod and a crank. അതായത് ഇതിനകത്ത് ടു സ്ട്രോക്ക് എഞ്ചിനകത്ത് എന്താ പറയുക ഒരു നമ്മൾ സിമിലർ തന്നെയാണ് നമ്മുടെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സിമിലർ തന്നെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ അകത്തും വരുന്നത്. ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, അത് സിലിണ്ടറിനകത്തേക്ക് അകത്തൂടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് this piston is connected to the crankshaft by means of a connecting rod. And this upward and downward movement of this piston is changes to rotary motion, or translatory or reciprocating motion of this piston is converted to rotary motion. Okay, that is the working principle of two-stroke engine. Okay, and there are no valves in two-stroke engine. നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനകത്ത് വാൽവ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ദിസ് വാൽവ്സ് ആർ റീപ്ലേസ്ഡ് ബൈ പോർട്ടുകളായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഇൻലെറ്റ് പോർട്ട്. ദർ ആർ ടു പോർട്ട്സ്, ഇൻലെറ്റ് പോർട്ട് ആൻഡ് എക്സോസ്റ്റ് പോർട്ട്, ആൻഡ് ദർ ഇസ് എ ട്രാൻസ്ഫർ പോർട്ട് ഓൾസോ. സോ മൂന്ന് പോർട്ടിനകത്ത് ഇതിനകത്ത് വാൽവുകളില്ല. ടു സ്ട്രോക്ക് എഞ്ചിനകത്ത് വാൽവുകൾ ഉണ്ടാവില്ല, ആൻഡ് ദസ് വാൽവ്സ് ആർ റീപ്ലേസ്ഡ് ബൈ പോർട്ട്സ്, ആൻഡ് ദേ ആർ ത്രീ പോർട്ട്സ്, നെയിംലി ഇൻലെറ്റ്, എക്സോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട്സ്. So the closing and opening of the parts are obtained by the movement of piston. അതായത് ഈ പിസ്റ്റൺ മേലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ പോർട്ടുകൾ ഓപ്പണും ക്ലോസും ആകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. താഴേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുന്നു, ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവുന്നു, ഈ എയർ ഉള്ളിലേക്ക്, എയർ ഫ്യൂൽ മിക്സർ മേലേക്ക് വരുന്നു. സോ ദ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദ പോർട്ട്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ദ പിസ്റ്റൺ. ആൻഡ് എ സ്പാർക്ക് പ്ലഗ് ഈസ് ഓൾസോ പ്രൊവൈഡഡ്. At the top of the cylinder head, a spark plug is provided, and all the processes in the two-stroke cycle engine are completed in two strokes. Two strokes എന്നാൽ മേലേക്കും താഴേക്കുള്ള ആ ഒരൊറ്റ സിംഗിൾ മൂവ്മെൻറ്റിനകത്ത് തന്നെ കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവും ഈ ഒരു ടു സ്ട്രോക്ക് എഞ്ചിനകത്ത്. ആൻഡ് ദ ഓപ്പറേഷൻസ് ആർ സക്ഷൻ, compression, expansion and exhaust. Similar to that of four-stroke engine, there are four processes: suction process, compression process, expansion process and exhaust process. And all these processes are completed in one revolution of the crankshaft in two-stroke engine. അതായത് ഈ നാല് പ്രോസസ്സും ഒരു സിംഗിൾ റവല്യൂഷനിലോ, ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ ഒരു സിംഗിൾ റവല്യൂഷനിലൂടെ കംപ്ലീറ്റ് ആവും. അതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് സ്ട്രോക്കിലൂടെ, ഒരു മേലേക്കും ഒരു താഴേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റിലൂടെ, പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിലൂടെ ഈ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. So what is the first stroke? The first stroke is known as compression, ignition and inductance stroke, or the upward stroke of the piston. അത് പിസ്റ്റൺ എന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാണ്, താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യാണ്. ആൻഡ് ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ബോട്ടം ഡെഡ് സെൻറ്റർ ടു ടോപ്പ് ഡെഡ് സെൻറ്റർ, ആൻഡ് ബോത്ത് ദ ട്രാൻസ്ഫർ ആൻഡ് എക്സോസ്റ്റ് പോർട്ട്സ് ആർ കവേർഡ് ബൈ ദ പിസ്റ്റൺ. ഫസ്റ്റ് ട്രാൻസ്ഫർ പോർട്ട് കവർ ചെയ്യും മേലേക്ക് പോകുമ്പോൾ, അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് പോർട്ട് കവർ ചെയ്യും. Then air fuel mixture, which is transferred already into the engine cylinder. ഇതിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയുന്നത് is compressed by the moving piston. പിസ്റ്റൺ കാരണം ഇത് കംപ്രസ് ചെയ്യും എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് കംപ്രഷൻ. ഈ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഈ പിസ്റ്റൺ കാരണം കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കംപ്രഷൻ സ്ട്രോക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം, when the piston almost reaches the top dead center, മേലേക്ക് എത്താനാവുമ്പോൾ, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്താനാവുമ്പോൾ, the air fuel mixture inside the cylinder is ignited by means of an electric spark produced by a spark plug. ഒരു സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ബിക്കോസ് ഓഫ് ദി സ്പാർക്ക് പ്ലഗ് എ സ്പാർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്, ആൻഡ് ദിസ് സ്പാർക്ക് പ്രൊഡ്യൂസസ് and a spark is produced. Okay, and because of this spark, the air fuel mixture inside this cylinder get ignited. അത് കത്താൻ തുടങ്ങും. എയർ ഫ്യൂൽ മിക്സർ എന്ന് പറയുന്നത് കത്താൻ തുടങ്ങും. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം
ആ സമയത്ത് തന്നെ ഇൻലെറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആവും. ഓക്കെ, ഇത് മേലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും fresh fuel air mixture enters the crankshaft, and at the same time the inlet port is uncovered by the piston, and the fresh fuel air mixture enters the crankshaft through the inlet port. ഇതിനകത്തൂടെ ഫ്രഷ് ഫ്യൂവൽ എയർ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ഇഗ്നീഷൻ ഇൻഡക്റ്റൻസ് സ്ട്രോക്കും കൂടെ അല്ലെങ്കിൽ സെക്കൻഡ് പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, അതായത് അപ്വേർഡ് മൂവ്മെൻറ്റ്സിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിസ്റ്റൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റ്സിലാണ് ഈ രണ്ട് സംഭവം നടക്കുന്നത്. അതായത് എയർ ഫ്യൂവൽ മിക്സർ ഇവിടെ കംപ്രസ് ആവുന്ന സമയത്ത് തന്നെ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഫ്രഷ് ഫ്യൂവൽ എയർ മിക്സർ എൻ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, so and the second stroke when the piston is moving downwards or the downward stroke of the engine. So this is known as expansion and crankcase compression process. So when the piston moves from top dead center to bottom dead center, the burnt gases expand in the cylinder. Because of this combustion, this burnt gas expand, and this burnt gases forces the piston to move down. Thus useful work is obtained. ഈ കത്തുന്നത് കൊണ്ട് ഇതിനകത്തുണ്ടാവുന്ന ഈ ഒരു എക്സ്പാൻഷൻ കൊണ്ട് ഈ പിസ്റ്റണെ ഈ ബേൺ ഗ്യാസ് താഴേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ പിസ്റ്റൺ മേലെ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യും. സോ വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺ, ദ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇൻ ദ ക്രാങ്ക് കേസ് ഈസ് പാർഷ്യലി കംപ്രസ്ഡ്. ദാറ്റ് ഇത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്രാങ്ക് കേസിനകത്ത് ഉണ്ടായിരുന്നു നേരത്തെ ഇൻലെറ്റ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സർ എന്ന് പറയുന്നത് പാർഷ്യലി ആയിട്ട് കംപ്രസ് ചെയ്യും. ഓക്കെ, this compression is known as crankcase compression, and this compression of air fuel mixture inside this crankcase is known as crankcase compression. So that is the third process, expansion and crankcase compression process. And in the last process, exhaust and transfer process. So at the end of this expansion, exhaust port is uncovered. താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കംപ്രസ് ചെയ്യും. ആ സമയത്ത് തന്നെ ഈ എക്സോസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആവും. And the burn gases escape to the atmosphere. Burn gas പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകും. And the transfer port is also opened. ഈ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ചെയ്യും. ആ സമയത്ത് തന്നെ പാർഷ്യലി കംപ്രസ്, നേരത്തെ പാർഷ്യലി ആയിട്ട് കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സർ enters the cylinder through the transfer port. Okay, so that is the fourth process, exhaust process, and it is the second stroke of this two-stroke engine. So the two-stroke cycle petrol engine, the cycle is completed in two strokes. So these are the two strokes and one complete revolution of the crankshaft. Okay, so this is the working. When piston moves upward, the air get compressed, and after this compression stroke, the air get burned. Air fuel mixture get burned inside the combustion chamber by using a spark plug. ഇവിടെ പുറത്തേക്ക് പോകുന്നതും എയർ ഇൻലെറ്റ് അകത്തേക്ക് കയറുന്നതൊക്കെ കാണാൻ പറ്റും. ട്രാൻസ്ഫർ പോർട്ടിലൂടെ ഈ ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ കമ്പഷൻ ചേമ്പറിലേക്ക് കയറുന്നതും കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് എ ടു സ്ട്രോക്ക് സൈക്കിൾ പെട്രോൾ എഞ്ചിൻ. So next, two-stroke cycle diesel. So like a four-stroke engine, the two-stroke two-stroke petrol engine, the two-stroke diesel engine also completes in one cycle of operation, completed in two strokes of the piston, so or one revolution of the crankshaft. And the construction also similar, except that the spark plug is replaced by a fuel injector. ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്പാർക്ക് പ്ലഗിന് പകരം. അത് മാത്രമല്ല ചില കേസുകളിനകത്ത് എക്സോസ്റ്റ് വാൽവുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, so this is the construction, just the construction of the two-stroke diesel engine. So consider the first stroke, the working. Consider the first stroke, the upward stroke of the piston or the upward movement of the piston, similar to that of two-stroke petrol engine. It is the compression and inductance the stroke. Okay, so the first one is the compression induction stroke, and during this upward stroke of the piston, the air in the cylinder is compressed. So air, ഇവിടെ നമ്മൾ എയർ മാത്രമാണ്, only air is used or compressed inside the cylinder, and this air get compressed inside the cylinder during the upward motion of the piston, and at the same time fresh air enters the crankcase through the inlet port. ഈ ഇൻലെറ്റ് പോർട്ട് കൂടെ ഫ്രഷ് എയർ എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുകയും ചെയ്യും. And in the second process, the ignition and inductance process, the piston almost reaches the top dead center,
അത് മേലേക്ക് മൂവ് ചെയ്യുന്ന പിസ്റ്റൺ എന്ന് പറയുന്നത് ടോപ്പ് ഡെഡ് സെൻറ്ററിലെത്തുകയും and the fuel is injected into the hot compressed air in the form of fine spray by the fuel injector. നമ്മളൊരു ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ചിട്ടുണ്ട്. ആ ഫ്യൂവൽ ഇഞ്ചക്ടർ കൂടെ ഫൈൻ സ്പ്രേ ആയിട്ട് ഫ്യൂവൽ ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. സോ ഈ ചൂടായിരിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടായിരിക്കുന്ന ഈ എയറിനകത്തേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡ്യൂ ടു ദിസ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ inside the combustion chamber, the fuel start burning. This injected fuel start burning. Okay, so that is the ignition and inductance stroke. So this burned gas expand in the cylinder. So ഇത് burned gas എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അത് താഴേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയും ചെയ്യും ഈ burned gas. Okay, burning gases forces the piston to move down. Thus useful work is obtained. At the same time, the air in the crankcase is compressed by the movement of the piston. അതായത് ഇതിനകത്തുള്ള നേരത്തെ എൻ്റർ ചെയ്ത ഇൻലെറ്റ് ആയിട്ട് കയറിയ എയർ എന്ന് പറയുന്നത് ക്രാങ്ക് കേസിനകത്ത് കംപ്രസ്ഡ് ആവുകയും ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ഡൗൺവേർഡ് മോഷൻ ഓഫ് ദിസ് piston. Okay, at the same time, the air in the crankcase is compressed by the movement of the piston. Okay, so that is the third process, or expansion and crankcase compression process. And in the fourth process, or the second stroke, fourth process, exhaust and transfer process. So in this process, at the end of this expansion, the exhaust port is uncovered. This exhaust port get uncovered and the burned gases escape through this exhaust port. The burned gas escapes to the atmosphere through the exhaust port. And this partially compressed air from the crankcase, ഇവിടെയുള്ള partially compressed air is transferred to the combustion chamber through this transfer port. Okay, the partially compressed air from the crankcase enters the cylinder through the transfer port. Okay, so this is the fourth process or second stroke of the piston. Okay, so the two-stroke engine, the oldest complete cycle is completed in 2 strokes, or one complete revolution of the crankshaft. So, okay, so this is the working of the two-stroke diesel engine. So നമ്മൾ പറഞ്ഞു the working of two-stroke petrol and diesel engine and compression ignition and spark ignition engines. So when we are going to compare the two-stroke and four-stroke engine first. So what is the comparison between the two-stroke and four-stroke engine? In a two-stroke engine, the cycle is completed in 2 strokes or 1 revolution of the crankshaft in a two-stroke engine. But in four-stroke engine, the cycle is completed in 4 strokes or 2 revolution of the crankshaft. Okay, so also two-stroke engines are more powerful than four-stroke engines. Okay, and more power is developed in two-stroke engine compared to less power is developed in four-stroke engine. And two-stroke engine have smaller flywheel, and because of that, two-stroke engines can be used in small vehicles like mopeds, small bikes, scooters, etc. Okay, and the four-stroke engines are heavier in construction than the two-stroke engines, and the two-stroke engines are easier in design, and the four-stroke engine design are complicated. And ports are used in case of two-stroke engine, but valves are used in case of four-stroke engine. And two-stroke engines are easier to start, but it is not easier to start a four-stroke engine. Okay, and the compression ratio is lower in case of two-stroke engine, and the four-stroke engine, the compression ratios are higher. And two-stroke engines are less thermal efficient. Okay, thermal efficiency of this two-stroke engine is very less, and four-stroke engine have higher thermal efficiency compared to two-stroke engine. And the operating temperature is more in two-stroke engine and it's less in four-stroke engine. And two-stroke engine has less weight, and four-stroke engine are heavier in engine, and it has heavier weight. And the noise, this is an important one. Two-stroke engines are more noisy than four-stroke engine, and the four-stroke engine are less noisy than two-stroke engine. So this is the comparison between two-stroke and four-stroke engine. ഇത് നിങ്ങൾ പഠിച്ചിട്ട് നോട്ടിലേക്ക് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് comparison of petrol and diesel engine. So petrol engine, petrol air mixture flows through the inlet valve in case of petrol engine.
But diesel engine only air flows through the inlet valve. അതായത് എയർ മാത്രമേ ഇൻലെറ്റ് വാൽവ് കൂടെ നമ്മുടെ എഞ്ചിനകത്തേക്ക് കയറുള്ളൂ ഡീസൽ എഞ്ചിനകത്ത്. ബട്ട് പെട്രോൾ എഞ്ചിനകത്ത് പെട്രോളും എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ പെട്രോൾ എയർ മിക്സ്ചറാണ് അകത്തേക്ക് കയറുന്നത്. And the carburetor used in a petrol engine and diesel engine fuel injectors are used. Okay, modern petrol enginesനകത്ത് carburetor replace ചെയ്തിട്ട് fuel injectors ഉപയോഗിക്കുന്നുണ്ട്. Okay, so but mostly carburetor is used in petrol engines and diesel engine fuel injectors are used. Okay, and the maximum pressure in a petrol engine is 10 bar, and the maximum pressure inside this combustion chamber it reaches to 35 to 40 bar in case of diesel engine. And a spark plug is used, and there are no spark plug in diesel engine. And petrol engine is worked on the Otto cycle, and diesel engines are worked on the diesel cycle. Okay, and the compression ratio of petrol engine is 6 to 10. Okay, but the compression ratio is higher in case of diesel engine, and it is 15 to 25. And petrol engines are easiest to start, and diesel engines are more complicated to start than petrol engine. And the vibrations are less in petrol engine, but the vibrations are more in diesel engine. And petrol engine has lower weight, and diesel engine are heavier in construction and heavier in weight. And high speed engines, these are also known as high speed engines, and diesel engines are low speed engines. And maintenance cost is less compared to diesel engine, but in diesel engine maintenance cost is more as compared to petrol engine. So these are the comparison between petrol and diesel engine. ഇത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി. We will start in the next section on the next class. Okay, thank you.